കോട്ടയം നഗരസഭയിലെ 211 കോടി കാണാതായ സംഭവം ചർച്ച ചെയ്യാൻ ചേർന്ന പ്രത്യേക കൗൺസിൽ യോഗത്തിൽ ഭരണകക്ഷി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. ചെയർപേഴ്സണും വൈസ് ചെയർമാനും തമ്മിലാണ് കൊമ്പുകോർത്തത്. 211 കോടി കാണാതായ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. 9 അംഗങ്ങൾ രേഖപ്പെടുത്തിയ ഒരു അഭിപ്രായം, അതിൽ തന്നെ 3 അംഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയത്. അതിന്റെ പേരിൽ ഇവിടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നതിനകത്ത് വലിയ അഴിമതി നടന്നു എന്ന് ഏറ്റവും അവസാനം അതിനകത്തെ ഇലക്ഷൻ കാലത്ത് ചെയർപേഴ്സൺ തന്നെ കോടികളുടെ അഴിമതി നടന്നായിട്ട് പറഞ്ഞതായിട്ട് മിനിറ്റ്സ് എന്റെ കയ്യിലുണ്ട്. ഉണ്ടോ സുബിനെ കൊടുത്താ സുബിനും സെക്രട്ടറിയും ഒക്കെ മറുപടി പറയുകയും ചെയ്യും. മഹാരാഷ്ട്ര കേസിന് മഹാരാഷ്ട്രത്തിന് ഉത്തരവാദിത്വം പറയുകയും പറഞ്ഞോട്ട് പറയിക്കും. അങ്ങനെ ആ മിനിറ്റ്സിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇത് അഴിമതി നടന്നതായിട്ട് UDF ഭരണമുന്നണിയിലെ അഭിപ്രായ ഭിന്നതയാണ് പ്രത്യേക കൗൺസിൽ യോഗത്തിൽ മറനീക്കി പുറത്തു വന്നത്. ബജറ്റ് അവതരണ വേളയിൽ പാരിതോഷികത്തിനായി വ്യാപക പണപ്പിരിവ് നടന്നിരുന്നു. ഇത് വിജിലൻസ് അന്വേഷിക്കാൻ നഗരസഭ ആവശ്യപ്പെട്ടത് ഒറ്റക്കെട്ടായിട്ടാണെന്ന് ചെയർപേഴ്സൺ കൗൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി. ഈ ഘട്ടത്തിലാണ് ആരോപണ വിധേയനായ വൈസ് ചെയർമാൻ B. ഗോപകുമാർ ചെയർപേഴ്സണുമായി വാക്കേറ്റമുണ്ടായത്. 211 കോടി കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. 2023 ജോയിന്റ് ഡയറക്ടർ ഉത്തരവ് പ്രകാരം ഇന്റേണൽ വിജിലൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനാ ടീമിന്റെ 2,11,2,81,417 രൂപയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നു. പ്രസ്തുത റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ സാമ്പത്തിക അഴിമതിക്കിടയിൽ നഗരസഭയിൽ നടത്തിയ സംസ്ഥാന പോലീസ് വിജിലൻസ് ഐടിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ഈ യോഗം ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ഇതിനിടെ വൈസ് ചെയർമാൻ B. ഗോപകുമാർ നഗരസഭാ അംഗങ്ങളുടെ അനധികൃത സ്വത്ത് സമ്പാദനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചെയർപേഴ്സണ് കത്ത് നൽകി. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.